ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് പല വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ പെട്ടെന്നൊന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, ഇപ്പോൾ വീഡിയോസ് അധികം അപ്ഡേറ്റ് ചെയ്യാത്തതും പുതിയ നോട്ടിഫിക്കേഷൻസ് അധികം ആയിട്ടൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ KVS NVSന്റെ ക്ലാസ്സുകളും മറ്റൊക്കെ നടക്കുന്ന തിരക്കായതുകൊണ്ടാണ് അധികം വീഡിയോസ് വരാത്തത്. അതുപോലെ തന്നെ കമന്റ് സെക്ഷൻ ഓഫ് ആക്കിയിട്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെ തിരക്ക് കാരണം കമന്റിൽ റിപ്ലൈ നൽകാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് കമന്റ് സെക്ഷൻ ഓഫ് ആക്കിയിട്ടിരിക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും റിപ്ലൈ നൽകുന്നതാണ്. ഇത് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. പിന്നെ ഒത്തിരി പേര് ബാഡ് കമന്റ് വരുന്നതുകൊണ്ടാണോ ഇത് ഓഫ് ആക്കിയിട്ടിരിക്കുന്നത് ചോദിക്കുന്നു. നല്ലവരായ അധ്യാപകർ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, ഞാൻ ഈ പറഞ്ഞ കാരണം തന്നെയാണ്. പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ, എല്ലാ കാറ്റഗറിയിലും എല്ലാ രീതിയിൽ നമ്മൾ ഏത് സംഭവം തുടങ്ങിക്കഴിഞ്ഞാലും അതിൽ ഒത്തിരി പേര് കുറച്ച് പേരുണ്ടായിരിക്കും. അത് സിമ്പിളായിട്ട് നമ്മളൊരു പ്രോവർബ് പഠിച്ചിട്ടുണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് പറയാം. ദ ഡോഗ് എയ്റ്റ് ദ റൈസ് വിത്ത് ദ കാർപ്പന്റർ വുമൻ ആൻഡ് സ്റ്റിൽ ഗ്രംബിൾസ് എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്. അതാണ് നമുക്കിവിടെ പറയാനായിട്ടുള്ളത്, വേറെ തന്നെ ഇല്ല. ഓക്കെ, അപ്പൊ ഇനി നല്ലവരായിട്ടുള്ള നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും UT അഡ്മിനിസ്ട്രേഷന്റെ ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദ്വീപിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് PRT പ്രൈമറി ടീച്ചറും അപ്പർ പ്രൈമറി ടീച്ചറും വിളിച്ചിട്ടുണ്ടായിരുന്നു. 281 വേക്കൻസീസ് നിലവിലുണ്ട്. അപ്പം ധാരാളം വേക്കൻസീസ് ഉള്ളതാണ്. അപ്ലൈ ചെയ്തിട്ടില്ലാത്തവര് തീർച്ചയായിട്ടും ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇന്നാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്. എല്ലാവരും ഒരു സംശയത്തോടു കൂടി ഇരിക്കുന്നുണ്ട്. കാരണം നമുക്ക് CTET ഇല്ലല്ലോ, അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം. പക്ഷെ CTET വേണ്ട, ടെറ്റ് മതി. CTET ഇല്ലെങ്കിലും ഇതിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, CTET ഇല്ലെങ്കിലും ഇതിൽ അപ്ലൈ ചെയ്യാം, ടെറ്റ് മതി. ഓക്കെ, ടെറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സിമ്പിൾ ആയിട്ട് ഒരു പോസ്റ്റിന്റെ കാര്യം ഞാൻ വായിക്കാം. ഫോർ പ്രൈമറി സ്കൂൾ ടീച്ചർ ഇവിടെ നോട്ടിഫിക്കേഷൻ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഷുഡ് ഹാവ് പാസ്ഡ് CTET ഓർ ടെറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർ എനി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏത് സ്റ്റേറ്റിലുള്ളവർക്കും NCT അംഗീകൃതമായിട്ടുള്ള ടെറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലെ പ്രൈമറി ആൻഡ് അപ്പർ പ്രൈമറിയിൽ വിളിച്ചിട്ടുള്ള പോസ്റ്റുകൾക്ക് എല്ലാത്തിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് അൺറിസർവ്ഡ് 45, SC 19, ST 10, OBC 32, EWS 13, അങ്ങനെ 119. അപ്പർ പ്രൈമറി അൺറിസർവ്ഡ് 29, SC 8, ST 5, OBC 17, EWS 11, ടോട്ടൽ 70. പിന്നെ അപ്പർ പ്രൈമറി സ്കൂൾ ടീച്ചർ സയൻസ് ആൻഡ് മാത്സ്, ഇത് ലാംഗ്വേജ് ആണ് കേട്ടോ, മുകളിൽ വായിച്ച ലാംഗ്വേജ് ആണ് 29 എന്ന് പറയുന്നത്. സയൻസ് ആൻഡ് മാത്സിൽ 18, ടോട്ടൽ 47. അപ്പർ പ്രൈമറിയിൽ സോഷ്യൽ സയൻസ് ആണ് 10, 10, 4, 18, 3, അങ്ങനെ 45. ടോട്ടൽ 281 പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്ലൈ ചെയ്തിട്ടില്ലാത്തവര് തീർച്ചയായിട്ടും ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഏജ് റിലാക്സേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങൾ നോക്കിയിട്ട് ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ CTET അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ CTET അതുപോലെ തന്നെ KTET അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിലെടുക്കാൻ താല്പര്യമുള്ളവരും നമ്മുടെ നമ്പറായ 77 36 75 04 73 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ദാമൻ ദ്വീപിന്റെ പോസ്റ്റുകളിലേക്കുള്ള കോച്ചിങ് ആരംഭിക്കുന്നുണ്ട്. എത്രത്തോളം ഉദ്യോഗാർത്ഥികൾ വരുന്നു അതിനനുസരിച്ച് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവര്, കൈകളിലേക്ക് എത്തുന്നവര് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഇത് ലൈക്ക് ചെയ്യുക. കാരണം ഒത്തിരി പേരിലേക്ക് അയക്കാത്തവരിലേക്ക്, ഇത് അറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് ഇത് എത്തട്ടെ. അതിനുവേണ്ടി മാക്സിമം ലൈക്ക് ചെയ്ത് വിടുക. കാരണം ഞാൻ എപ്പോഴും പറയുന്നതാണ്, വേറൊരു ബെനിഫിറ്റ് ഉള്ള ഒരു ചാനലല്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായങ്ങൾ കൊണ്ട്, നിങ്ങളുടെ ലൈക്കുകൾ കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നൊരു ചാനലാണ്. അപ്പൊ നിങ്ങൾ ലൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് ഇത് തനിയെ റെക്കമെൻഡ് ചെയ്യും, ഒരുപാട് പേരിലേക്ക് എത്തും. അവർക്ക് ഇന്ന് രാത്രി തന്നെ അത് അപ്ലൈ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഉള്ള കണ്ടന്റുകൾ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ KVNBയുടെ എക്സാം ജനുവരി 10 നടക്കാൻ പോകുന്നത്. 10, 11 തീയതികളിലാണ് നോൺ ടീച്ചിങ് ആൻഡ് ടീച്ചിങ് പോസ്റ്റ് നടക്കുന്നത്. അതിന്റെ സെന്റർ
അലോട്ട്മെന്റ് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവർ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ സെന്റർ എവിടെയാണ്, തിരുവനന്തപുരവും എറണാകുളമാണ് കിട്ടിയിരിക്കുന്നത് പ്രധാനമായിട്ടും, അതെവിടെയാണെന്ന് നോക്കുക. അത് നോക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ആപ്ലിക്കേഷൻ നമ്പറാണ് കിടക്കുന്നത്. ആ ആപ്ലിക്കേഷൻ നമ്പർ അല്ല കൊടുക്കേണ്ടത് അവിടെ. അതിന് പകരം നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ച സമയത്ത് നിങ്ങൾക്ക് മെയിലിൽ ഒരു കൺഫർമേഷൻ മെയിൽ കിട്ടിക്കാണും. ആ കൺഫർമേഷൻ മെയിലിൽ രജിസ്റ്റർ നമ്പർ ഉണ്ടായിരിക്കും. ആ രജിസ്റ്റർ നമ്പർ 2598 എന്ന് പറയുന്ന നമ്പറിൽ തുടങ്ങുന്ന രജിസ്റ്റർ നമ്പർ ഉണ്ട്. ഈ രജിസ്റ്റർ നമ്പറും പിന്നെ നിങ്ങൾ അന്ന് സെറ്റ് ചെയ്ത പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് സിറ്റി ഇൻഫർമേഷൻസ് അറിയേണ്ടത്. ഓക്കെ, ഇനി ഇതിലും പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, ഇവിടെ നോക്കി തരാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലുള്ള പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോട്, അധ്യാപക സുഹൃത്തുക്കളോട് ഇന്നും ലൈവ് സെഷൻസ് ഉണ്ട്. 2 ലൈവ് സെഷൻ, ഹിന്ദിയുടെ PVQ സെഷൻസ് ഉണ്ട്, മലയാളത്തിന്റെ PVQ സെഷൻസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ ജോയിൻ ചെയ്യുക. എല്ലാ ക്ലാസ്സുകളും വീഡിയോ ക്ലാസ്സുകളും ഫുള്ള് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സെഷൻസിന്റെയും ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ്, ജനറൽ അഫയേഴ്സ്, കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സുകളും ഇംഗ്ലീഷ്, മലയാളം, കമ്പ്യൂട്ടർ, ICT ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രീ റെക്കോർഡ് വീഡിയോസ്, അതുപോലെ വെബം മൂലമുള്ള ലൈവ് സെഷൻസ് റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നോക്കുക, സമയം ഒട്ടും തന്നെ പാഴാക്കരുത്. ഓക്കെ, അധിക ദിവസങ്ങൾ ഇനിയില്ല. മാക്സിമം നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വിളിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ ഈ ദാമൻദ്വീപിലേക്ക് വിളിച്ചിരിക്കുന്ന 281 പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ ഈ KVS വിളിച്ചപ്പോ PRT അപ്ലൈ ചെയ്യാൻ കഴിയാതിരുന്ന എല്ലാവരും ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങൾ 40 പോസ്റ്റെന്നോ 45 പോസ്റ്റെന്നോ 30 പോസ്റ്റെന്നോ കണ്ടിട്ട് അപ്ലൈ ചെയ്യാതിരിക്കരുത്. എവിടെയാണ് നമുക്കൊരു ജോലി വച്ചിരിക്കുന്നത് പറയാൻ പറ്റത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. വളരെ സിമ്പിൾ എക്സാംസ് ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കട്ട് ഓഫ് ഒക്കെയാണ് കഴിഞ്ഞ തവണ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും അപ്ലൈ ചെയ്യുക. CTET നിർബന്ധമില്ല, ടെറ്റ് ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടി പറയുന്നു, CTET നിർബന്ധമില്ല, ടെറ്റ് ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബാക്കി കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവര്, കമന്റ് സെക്ഷൻ ഓഫ് ആയതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവര് ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി, എല്ലാ ഡീറ്റെയിൽസും തരാവുന്നതാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ഇതിന്റെ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതുവഴി അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്നോട് പറയാറുള്ളൂ. എല്ലാവർക്കും ഞാൻ ആദ്യമേ പറയേണ്ടതാണ്, എല്ലാവർക്കും ഒരു നല്ല പുതുവത്സര ആശംസകൾ നേരുന്നു. എല്ലാ ടീച്ചേഴ്സിനും, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, അധ്യാപക സുഹൃത്തുക്കൾക്കും വളരെ നല്ലൊരു 2026 നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഈ 2026 നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും സന്തോഷവും വിജയവും നിറഞ്ഞ ഒരു വർഷമായിട്ട് തീരട്ടെ. എല്ലാവർക്കും നല്ല സന്തോഷവും, നിങ്ങൾ എഴുതുന്ന എക്സാമുകളിലേക്ക് ഏറ്റവും നല്ല വിജയത്തോടു കൂടി നല്ല ജോലിയിലേക്ക് കയറാനുള്ള ഒരു വർഷമായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.